പിണറായി വിജയൻ എന്ന നേതാവിന്റെ കാലു കഴുകാൻ പറഞ്ഞാൽ ഞാൻ കഴുകും. കോൺഗ്രസുമായി ഇടഞ്ഞു നിന്ന ഗോപിനാഥ് 2021 തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്നാണ് കോൺഗ്രസ് വിട്ടത്. പിന്നാലെ കേരള രാഷ്ട്രീയത്തിൽ വിപ്ലവം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ AV ഗോപിനാഥ് ഇപ്പോൾ അടപടലം തോറ്റിരിക്കുകയാണ്. പിണറായിയുടെ തോളോട് തോൾ ചേർന്ന് നിന്ന് കേരളം ഭരിക്കാനിറങ്ങിയ ഗോപിനാഥ് 132 വോട്ടിലാണ് തോറ്റത്. AV ഗോപിനാഥ് നേതൃത്വം നൽകുന്ന സ്വതന്ത്ര ജനാധിപത്യ മുന്നണി എന്ന IDF CPM-ഉമായിട്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൈകൊടുത്തത്. 50 വർഷത്തെ കോൺഗ്രസ് ഭരണത്തിന് പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്തിൽ അവസാനം കുറിക്കുമെന്നാണ് ഗോപിനാഥ് വെല്ലുവിളിച്ചത്. CPI-യും മുസ്ലിം ലീഗിലെ ഒരു വിഭാഗവും തങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നും AV ഗോപിനാഥ് അവകാശപ്പെട്ടിരുന്നു. അവിടെയാണ് ഇപ്പോൾ ഗോപിനാഥിന്റെ പാർട്ടി അടപടലം തോൽക്കുന്നത്. AV ഗോപിനാഥുമായി ധാരണയിലെത്തിയെന്നും മത്സരിക്കുന്ന സീറ്റുകളിലും മറ്റ് കാര്യങ്ങളിലും അന്തിമ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നും പ്രഖ്യാപിച്ചാണ് CPM ഗോപിനാഥുമായി കൈകൊടുത്തത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 11 സീറ്റിലും CPM 5 സീറ്റിലുമാണ് വിജയിച്ചത്. കോൺഗ്രസിലെ രാധാമുരളി പ്രസിഡന്റായി. 2023 ഇവർ രാജിവെച്ചപ്പോൾ KM കേരളകുമാരി പ്രസിഡന്റായി. ഇത്തവണ 18 വാർഡാണ് അവിടെയുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ജനറൽ സീറ്റാക്കിയതോടെയാണ് ഗോപിനാഥ് പ്രസിഡന്റ് കുപ്പായം തയ്ച്ചത്. ഔദ്യോഗിക കോൺഗ്രസും മുസ്ലിം ലീഗും UDF-ഉം എല്ലാ സീറ്റിലും മത്സരിക്കുമെന്ന് DCC പ്രസിഡന്റ് അറിയിച്ചിരുന്നു. ആ ഒത്തൊരുമയാണ് അവിടെ UDF വിജയത്തിന് കാരണമായത്. AV ഗോപിനാഥ് ധൈര്യമുണ്ടെങ്കിൽ CPM-നെ കൂടെ കൂട്ടാതെ ഒറ്റയ്ക്ക് മത്സരിക്കണമെന്ന് കോൺഗ്രസ് വെല്ലുവിളിച്ചിരുന്നു. ആ വെല്ലുവിളി കൂടിയാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. 2009 മുതൽ നേതൃത്വവുമായി അകലം പാലിച്ച AV ഗോപിനാഥ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടതോടെ കോൺഗ്രസ് വിടുകയായിരുന്നു. 2023 നവകേരള സദസ്സിൽ പങ്കെടുത്തതോടെയാണ് പാർട്ടിയിൽ നിന്ന് ഔദ്യോഗികമായി പുറത്താക്കിയത്. 25 വർഷക്കാലം പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ച AV ഗോപിനാഥ് 1991 ആലത്തൂർ നിയമസഭാ മണ്ഡലത്തിൽ 338 വോട്ടിന്റെ അട്ടിമറി വിജയം നേടിയാണ് കേരള രാഷ്ട്രീയത്തിൽ ഇടം പിടിച്ചത്. 50 വർഷക്കാലം പെരിങ്ങോട്ടുകുറിശിയുടെ രാഷ്ട്രീയം നിയന്ത്രിച്ച AV ഗോപിനാഥിന്റെ രാഷ്ട്രീയ ജീവിതം കൂടിയാണ് അവസാനിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായും മുൻമന്ത്രി AK ബാലനുമായും അടുത്ത ബന്ധമാണ് ഈ നേതാവിനുള്ളത്. പാലക്കാട് ജില്ലയിൽ കോൺഗ്രസിൽ I ഗ്രൂപ്പിന്റെ മുഖമായിരുന്ന സ്ഥാനത്തു നിന്നാണ് ഗോപിനാഥ് എന്നേക്കുമായി വീണത്. AV ഗോപിനാഥ് 7-ാം വാർഡിലും നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് KM കേരളകുമാരി 6-ാം വാർഡിലും വൈസ് പ്രസിഡന്റ് EP പൗലോസ് 18-ാം വാർഡിലുമാണ് മത്സരിക്കുന്നത്. 1, 2, 6, 7, 8, 9, 10, 12, 13, 15, 18 വാർഡുകളിലാണ് IDF മത്സരിക്കുക. 3, 4, 5, 11, 14, 16, 17 വാർഡുകളാണ് CPI-ന് നൽകിയത്. നിലവിലെ ഭരണസമിതിയിൽ ഗോപിനാഥ് പക്ഷത്തിന് 11-ഉം CPI-ന് 5-ഉം അംഗങ്ങളാണുള്ളത്. അതേ നിലവിലെ CPIM അംഗങ്ങളാരും ജനവിധി തേടിയിരുന്നില്ല. 2 ബ്ലോക്ക് ഡിവിഷനുകളിൽ ചൂലന്നൂരിൽ CPIM-ഉം പരുത്തിപ്പുള്ളിയിൽ IDF-ഉം മത്സരിക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. ഗോപിനാഥ് ഇറങ്ങിയതോടെ തോൽപ്പിക്കുമെന്ന് വെല്ലുവിളിച്ച കോൺഗ്രസ് വാക്ക് പാലിച്ചിരിക്കുകയാണെന്നും പറയാം.